മറ്റുള്ള ചെറിയ സംസ്ഥാനങ്ങളെ പോലെ കേരളവും ഒരു ചെറിയ സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ GST കൂടി വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി വരുമാനത്തിൽ കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ അവകാശമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവകാശം ചോദിക്കുന്നതിനെയാണ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. പിന്നെ നമ്മൾ കുറേ മുന്നോട്ട് പോയെന്ന് പിന്നെന്താ നിങ്ങൾ പിന്നിലായിപ്പോയി എന്ന് പ്രഖ്യാപിക്കും, അപ്പോൾ നിങ്ങൾക്കും പൈസ തരാമെന്ന് മലയാളിയായ ജോർജ് കുര്യൻ തന്നെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പിന്നെ ഈ സാമൂഹിക ഉന്നമനത്തിൻ്റെയും നമ്മുടെ പുരോഗമനത്തിൻ്റെയും ഒക്കെ പിന്നെ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരാണ് ഈ ജോർജ് കുര്യൻ സാറിൻ്റെ കുടുംബമായാലും. അപ്പോൾ ഒരു മലയാളിക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? നമ്മളിങ്ങനെ അല്ല, മലയാളി അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു എന്താ പറയുക, പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ സംസാരങ്ങളൊക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞാലും മലയാളികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് തന്നെയും ബോധ്യമുണ്ട്. നമ്മളത് ആലോചിച്ച് നോക്കുക, 2020 തോന്നുന്നു, അതായത് കോവിഡ് ഇങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ ഇന്ത്യയിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയെടുത്തുകൊണ്ട്, കസ്റ്റംസിൻ്റെ സെസ് കൂട്ടി വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ ഉയർത്തി നിർത്തിയിരുന്ന ഒരു കാലമുണ്ട്. ഈ സെസ് കൂട്ടുമ്പോഴൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ, ഒരു സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ഗുണം. ഇതാണ് പണി നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് കേരളത്തിൽ ഇതുപോലെ ഒരു തവണ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറഞ്ഞു. അസംസ്കൃത എണ്ണയുടെ വിലയാണ് കുറയുന്നത് കേട്ടോ, അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗുണം കേന്ദ്ര ഖജനാവിലേക്ക് കൊണ്ടുപോകാൻ അതിൽ വീണ്ടും സെസ് കൂട്ടി. അതായത് എത്രയാണോ കുറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നാട്ടുകാർക്ക് കുറച്ച് വില കുറയുകയാണെങ്കിൽ ആ വിലക്കുറവ് കേന്ദ്ര ഖജനാവിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലാണ് വില കൂട്ടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയോ മറ്റോ ആയിരുന്ന V. മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ മീഡിയ വഴി ജനങ്ങളോട് പറഞ്ഞത്, പെട്രോളിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞു, അതിൻ്റെ ഒരു വിഹിതം കേരളത്തിൽ ഇവിടെ കൂട്ടി, പക്ഷേ വിലയിൽ മാറ്റം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, വേണ്ടത്ര വരുമാനം ആളുകൾക്കില്ല, ചെറുകിടോ ഇടത്തരോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തൊഴിലാളികൾ ബുദ്ധിമുട്ടാണ്, നാട്ടുകാർ ബുദ്ധിമുട്ടാണ്. ഈ ഘട്ടത്തിലാണ് ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടിക്കൊണ്ട് കേന്ദ്ര ഖജനാവിലേക്ക് പണം സമാഹരിച്ചത്. അതിനെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇവിടെ കൂട്ടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് വിലയിൽ മാറ്റം വന്നിട്ടില്ലല്ലോ എന്നൊരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് ചോദിച്ചത്. ആ കേന്ദ്രമന്ത്രിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? തുടർന്നുള്ള കാലം അദ്ദേഹം ഭംഗിയായിട്ട് കേന്ദ്രമന്ത്രിസഭയിലിരുന്നു. തുടർന്നും കേരളത്തെ വിമർശിക്കാവുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വിമർശിച്ചു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ ഒരു വലിയ മത്സരം എന്നുള്ള മട്ടിലേക്ക് അവിടെ മാറി. അദ്ദേഹം ഏതാണ്ട് 2ാം സ്ഥാനത്തോടടുത്ത 3ാം സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്നും ഓർക്കാതെ പെരുമാറുന്ന ഒരു മനസ്സ് മലയാളിക്കുണ്ട് എന്ന് നല്ല ബോധ്യം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. ഇതൊക്കെ നാളെ ഒരു പ്രശ്നമാവില്ല, ഞങ്ങൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല, ഇതൊക്കെ ഒരു തമാശ മട്ടിലെടുത്തോളും എന്നുള്ളൊരു തോന്നൽ, ഇതൊരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും മലയാളി പെരുമാറില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ വളരെ സില്ലിയായിട്ട് എടുക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അതിൻ്റെ പുറത്തിരുന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പറഞ്ഞതിലൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ സാലിം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, കേരളം ചെറിയ സംസ്ഥാനമാണ്, കുറഞ്ഞ ജനസംഖ്യയുള്ളൂ, കുറച്ച് MP മാരെ അങ്ങോട്ട് അയക്കുന്നുള്ളൂ, ഇതൊക്കെ ഫാക്ട്സാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൂടി കൊടുക്കുന്ന GST, കേരളത്തിലെ ജനങ്ങൾ കൂടി കൊടുക്കുന്ന ആദായ നികുതി, അതുപോലെ കേരളത്തിലെ ജനങ്ങൾ കൂടി വാങ്ങുന്ന റെയിൽവേ ടിക്കറ്റ്, ഇതിൻ്റെ ഒക്കെ വരുമാനം അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ വിഹിതമാണ്, അതിൻ്റെ ആനുപാതികമോ അർഹിച്ചതോ ആയിട്ടുള്ള വിഹിതമാണ് കേരളം ചോദിക്കുന്നത്. ആ വിഹിതമാണ് തരാൻ പറ്റില്ല എന്ന് ഓരോ ബജറ്റിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള റിയാക്ഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും കേരളത്തിന് ആനുപാതികമായിട്ടുള്ളൊരു വിഹിതം നൽകിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബജറ്റിലും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കേരളത്തിന് അനുവദിച്ചതായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഒരു പ്രൊജക്റ്റും അനുവദിച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സവിശേഷമായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ചായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല. അപ്പോൾ ഒരു തരത്തിലും പരിഗണിക്കില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിനെ ന്യായീകരിക്കുകയും അതിനൊരു ന്യായം ചമയ്ക്കുകയാണ്. ഇതാ നിങ്ങൾ കുറേ മുമ്പോട്ട് പോയി, അതുകൊണ്ട് നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണം തരാം എന്ന് വെച്ചാൽ അത് പറയുമ്പോൾ പോലും ജോർജ് കുര്യൻ കുറച്ചുകൂടെ സെൻസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജോർജ് കുര്യൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ അത് പരിശോധിച്ച് വസ്തുതയാണെങ്കിൽ നിങ്ങൾക്ക് പണം തരും എന്നാണ് പറഞ്ഞത്. ശരിയാണ്, കാരണം ഫിനാൻസ് കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് തന്നെയാണ്. വിദ്യാഭ്യാസപരമായി എത്ര മുന്നോക്കം നിൽക്കുന്നു, മറ്റ് മനുഷ്യ വിഭവശേഷികളുടെ ഗണനയിൽ എത്ര മുന്നോട്ട് നിൽക്കുന്നു, ആരോഗ്യരംഗത്ത് എത്ര മുന്നോക്കം നിൽക്കുന്നു എന്ന് പരിഗണിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കണക്കാക്കിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട വിഹിതം തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്നാണ് കേരളം കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിയും പറയേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് ഒറ്റക്കെട്ടായിട്ട് പറയാൻ, അല്ലെങ്കിൽ നമ്മളെ അവഹേളിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആളുകളോട് തിരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാൻ കേരളം തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. ആ ക്വസ്റ്റ്യനുള്ള മറുപടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒറ്റക്കെട്ടായി ഇത് പറയുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് അത് പറയും, അവിടെ DMK എന്നോ ADMK എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്.